ജർമ്മനിയിലുള്ള മലയാളി ഇൻഫ്ലുവൻസേഴ്സ് സഹായം ചേട്ടന്മാരെയും ചേച്ചിമാരെയും കൊണ്ട് ഒരു രക്ഷയില്ല. നമ്മുടെ സോഷ്യൽ മീഡിയ ഫീഡ് മുഴുവൻ അവരാണ്. ഞാൻ മൊബൈലൊക്കെ എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ചറപറ സഹായ വാഗ്ദാനങ്ങളാണ്. അവർ കേരളത്തിലുള്ള മുഴുവൻ ആളുകളെയും സഹായിച്ചിട്ട് വിദ്യാർത്ഥികളെ, നേഴ്സുമാരെ, ഡ്രൈവർ എന്ന് വേണ്ട മലയാളികളെ മുഴുവൻ സഹായിച്ചിട്ടേ അവരടങ്ങും. ആ രീതിയിലാണ് അവരുടെ സഹായ വാഗ്ദാനങ്ങൾ. പക്ഷേ പലതും സഹായമൊന്നുമല്ല, അത് ഒളിച്ച് കിടത്തുന്ന അഡ്വർടൈസ്മെന്റുകൾ മാത്രമാണ്. വെറും മാർക്കറ്റിംഗ് പരിപാടി മാത്രമായിട്ട് അധപതിച്ചിരിക്കുകയാണ്. അത് പറയാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിൽ ഏറ്റവും പ്രധാനം, കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടുത്തെ ജർമ്മനിയിൽ നിന്നുള്ള മലയാളി യൂട്യൂബർമാരിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുകയും വരുമാനം അതിലൂടെ തന്നെ സമ്പാദിക്കുകയൊക്കെ ചെയ്യുന്ന യൂറോപ്യൻ സഞ്ചാരി എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. അപ്പൊ ആ ചാനല് സാധാരണഗതിയിൽ വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ, ചില സമയത്ത് സാൻമാർഗിക പാഠ ഉപദേശമൊക്കെ ഉണ്ടെങ്കിലും ചില കൾച്ചറൽ ഷോക്ക് വീഡിയോകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാതെ പോകുന്ന ഒരു ഒരു ചാനലായിരുന്നു. അപ്പൊ അതില് ഒരു വീഡിയോ വന്നിരിക്കുകയാണ്. അതൊരു ഡയറക്റ്റ് ആയിട്ട് ഒരു ഏജൻസിനെ റെക്കമെൻഡ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹാംബർഗ് സിറ്റി അല്ല, മറിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് രണ്ട് നേഴ്സുമാർ അവരുടെ കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് ജർമ്മനിയിൽ വന്നിട്ടുണ്ട്. അവർ ഹാംബർഗിലാണ് ജോലി ചെയ്യുന്നത്. അവരുടെ നാട്ടിൽ നിന്ന് ജർമ്മനിയിലേക്കുള്ള ഒരു കഥയാണ് ഇന്ന് നിങ്ങൾ യൂറോപ്യൻ സഞ്ചാരിയിലൂടെ അറിയാൻ പോകുന്നത്. അപ്പൊ പക്ഷേ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു അഡ്വൈസ് കൊടുക്കുന്നത് പോലെയാണ് ആ വീഡിയോയുടെ മുഴുവൻ അവതരണം. പക്ഷേ നമ്മൾ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ആ കമ്പനിയുടെ പേര് പറഞ്ഞിരിക്കുന്നു, അവരുടെ വാട്സാപ്പ് നമ്പർ, അതിന്റെ ആളുടെ പേര് എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഡിസ്ക്രിപ്ഷനിൽ വളരെ രസകരമായ മറ്റൊരു കാര്യം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷന്റെ കാര്യമാണ്. വീഡിയോയിലേക്ക് ഞാൻ നേരിട്ട് വരാം. നിങ്ങൾക്ക് ഏജൻസി വഴി വരാനുള്ള പണമൊന്നുമില്ലേ? ഈ കാണുന്ന ഇവരെ ബന്ധപ്പെട്ടാൽ മതിയെന്നു. അപ്പൊ ആ കമ്പനിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അവരൊരു ഏജൻസിയാണെന്ന്. എങ്ങനെയിരിക്കുന്നു? പിന്നെ ലാംഗ്വേജ് സ്റ്റഡീസ്, അതിനും ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഇതിന്റെ സഹായം അവർ ചെയ്യും. എടപ്പള്ളിയിലുള്ള അവരുടെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം. ഇതെല്ലാം ഫ്രീ ആണെന്നുള്ള രീതിയിലാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഹാംബർഗിലോട്ട് ഈ യൂട്യൂബർ പോകുന്നു. എന്നിട്ട് ഹാംബർഗില് ഈ ഏജൻസി വഴി വന്നിരിക്കുന്ന രണ്ട് ആളുകളെ, പെൺകുട്ടികളെ ഇന്റർവ്യൂ ചെയ്യുന്നു. വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു പത്രപ്രവർത്തകന്റെ കൗതുകത്തോടും അന്വേഷണാത്മകമായ ഈ ജർമ്മനിയിലുള്ള ഒരു കാര്യം ഇങ്ങനെ കേരളത്തിലുള്ള ആളുകൾക്ക് അവതരിപ്പിക്കുന്ന ഒരു പത്രപ്രവർത്തകന്റെ ഒരു ആ രീതിയിലുള്ള ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു യാത്രയായിട്ട് നമുക്ക് തോന്നും. ഒന്നുമല്ല, പെയ്ഡ് പ്രൊമോഷൻ ആണെന്നുള്ളത് പക്ഷേ വീഡിയോയിൽ ഒരിടത്തും പറയുന്നില്ല എന്നുള്ളതാണ് എത്തിക്കലായിട്ടുള്ള പ്രശ്നം. ഇവിടെ ഇന്ന് ജർമ്മനിയിലും യൂറോപ്പിലുള്ള നിരവധി മലയാളി ഇൻഫ്ലുവൻസേഴ്സ്, റിക്രൂട്ട്മെന്റ് ഏജൻസീസ്, ലാംഗ്വേജ് സ്കൂൾസ്, മൈഗ്രേഷൻ കൺസൾട്ടൻസീസ് എന്നിവയ്ക്ക് വേണ്ടി വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്. അതൊരു പ്രോബ്ലം, ഒരു തെറ്റൊന്നുമല്ല. പക്ഷേ അതൊരു പെയ്ഡ് പ്രൊമോഷൻ ആണെന്ന് ക്ലിയർ ആയി പറയാത്തതാണ് പ്രശ്നം. ഇപ്പൊ വീഡിയോ കാണുന്ന, ഡിസ്ക്രിപ്ഷൻ ഒന്നും വായിക്കാത്ത, സാധാരണ രീതിയിൽ വീഡിയോ ഇങ്ങനെ വന്ന് കാണുന്ന പലരും, കേരളത്തിലിരിക്കുന്ന ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് ഇത് ജെന്യൂനായി അവിടെ പോയി ഇങ്ങനെ കുറച്ച് നേഴ്സുമാർ വളരെ ഇതായിട്ട് വന്നിരിക്കുന്നു, അപ്പൊ അവരെ കോണ്ടാക്ട് ചെയ്യുന്നു, അവരുടെ കഥ കേൾക്കാൻ വേണ്ടി പോകുന്നു എന്ന രീതിയിലാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അതുപോലെ ഈ കമ്പനി നല്ലതാണ്, ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ആണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ ഒക്കെ റെസ്പോൺസിബിൾ ആണെന്നുള്ള ഒരു വശം കൂടി പലരും മറന്നു പോകുന്നുണ്ട്. പിന്നെ കമ്പനിയുടെ അഡ്രസ്സ്, വാട്സാപ്പ് നമ്പർ, കോണ്ടാക്ട് പേഴ്സൺ നെയിം, പിന്നെ ഏജന്റ് ഫീസ് ഇല്ലെന്നും ഫ്രീ ആയിട്ടുള്ള ലാംഗ്വേജ് ക്ലാസ്സസ് ആണെന്നും പറയുന്നു. ഇപ്പൊ ഇതിനകത്തൊക്കെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, ജർമ്മനിയിൽ ഇത് ആക്ച്വലി ഒരു നിയമലംഘനമാണ്. ജർമ്മൻ മീഡിയ ലോ പ്രകാരം ഒരു ക്രിയേറ്റർ പണം വാങ്ങി കണ്ടന്റ് ഉണ്ടാക്കിയാൽ അത് ക്ലിയർലി ലേബൽ ചെയ്യണം. അല്ലെങ്കിൽ അതിന് കൃത്യമായ മാർഗനിർദ്ദേശമുണ്ട് അഡ്വർടൈസ്മെന്റിൽ. അത് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ക്രിയേറ്ററിന് ഫൈൻ കിട്ടാം, കമ്പനിക്ക് ലീഗൽ ആക്ഷൻ നേരിടേണ്ടി വരാം, യൂട്യൂബ് ചാനൽ ഡീമോണിറ്റൈസ് ഒക്കെ ആകാം. ഇത് കേരളത്തിലിരുന്ന് ജർമ്മനിയിലേക്ക് വീഡിയോ ഇടുന്നവർക്കും അപ്ലൈ ആവും കേട്ടോ.
ഓഡിയൻസ് ജർമ്മനിയിലാണെങ്കിൽ. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര എത്തിക്കൽ റോങ് ആയിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. അതായത് കേരളത്തിൽ ഇരുന്ന് വീഡിയോ കാണുന്ന ആളുകൾക്ക് നിങ്ങൾ ഈ ഒരു ക്രിയേറ്ററിനെ ട്രസ്റ്റ് ചെയ്യുന്നത് അവരൊരു മലയാളി ആയതുകൊണ്ടും ജർമ്മനിയിൽ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നും അവർ ഓണസ്റ്റ് ആണെന്നും കരുതിയിട്ടാണ്. ആ ട്രസ്റ്റിനെയാണ് യഥാർത്ഥത്തിൽ ഇവർ മോണിറ്റൈസ് ചെയ്യുന്നത്, ഇവർ പണമാക്കി പരിവർത്തനം ചെയ്യുന്നത്. അത് നിങ്ങളോട് പറയാതെ. അത് എക്സ്പെഷ്യലി ഡേഞ്ചറസ് ആണ്. കാരണം ജർമ്മനിയിൽ ജോബ് തേടുന്നവർ ഡെസ്പറേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലായിരിക്കും. പിന്നെ നേഴ്സസ്, കെയർ ഗിവേഴ്സ് ഒക്കെ ഫിനാൻഷ്യലി വൾണറബിൾ ആയിട്ടുള്ള പല പൊസിഷനിൽ ഇരിക്കുന്നവരായിരിക്കും. റോങ് ഏജൻസീസിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ ഉണ്ട്. ഞാൻ ഇവരിപ്പോ പരസ്യം കൊടുത്ത ഏജൻസി റോങ് ആണെന്നോ ഫേക്ക് ഏജൻസി ആണെന്നൊന്നും അല്ല കേട്ടോ പറയുന്നത്. ഞാൻ പറഞ്ഞത് ഒരു എത്തിക്കൽ പ്രശ്നമുണ്ട്. അത് പെയ്ഡ് അഡ്വർടൈസ്മെന്റ് ആണ് എന്ന് പറയാതെ അവതരിപ്പിക്കുന്ന പ്രശ്നത്തെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ഇൻഫ്ലുവൻസേഴ്സിന് ഒരു ലോസും ഉണ്ടാവില്ല. കാരണം ഇതിന്റെ ഏറ്റവും വലിയ എനിക്കത് മനസ്സിലാകാതെ പോകുന്ന ഒരു കാര്യമാണ്. ആർക്കെങ്കിലും അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം. ഇത്രയ്ക്കധികം പൈസ യൂട്യൂബിൽ നിന്ന് കിട്ടിയത് ഇവർക്ക് പോരെ? അല്ല, ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് യൂട്യൂബിൽ നിന്ന് ഇത്രയധികം പണമൊക്കെ കിട്ടുന്നുണ്ട്. അത് പോരാതെ എന്തിനാണ് ഇത്തരം അഡ്വർടൈസ്മെന്റുകൾ ഒരു ജെന്യൂനായ ഒരു സാധനമാണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അഡ്വർടൈസ്മെന്റ് ആണെന്ന് തന്നെ പറഞ്ഞു. എത്രയോ യൂട്യൂബേഴ്സ് ഉണ്ട്, ഇവരെക്കാളെല്ലാം ഭയങ്കര പ്രഗത്ഭന്മാരായിട്ടുള്ള ഭയങ്കര ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിന്റെ പുതിയ മുഖങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വെള്ളക്കാർ കുറെ പേര് തെരുവുകളിലൂടെ, യൂറോപ്പിലെ ഭയങ്കര പ്രശ്നബാധിതമായ തെരുവുകളിലൂടെയൊക്കെ പോയി ബൗൺസേഴ്സൊക്കെ ആയിട്ട് പോയിട്ട് നടത്തുന്ന വീഡിയോകളുണ്ട്. അതിൽ പോലും അവര് മാന്യമായിട്ട് അതിന്റെ ഉള്ളില് അഡ്വർടൈസ്മെന്റ് ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇന്ന കമ്പനിയാണ്, അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് സ്പോൺസർഷിപ്പ് നൽകിയിരിക്കുന്നത് ഇന്നാണ്, ഇവിടെ ലിങ്ക് ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ഇന്ന സാധനങ്ങൾ മേടിക്കാം എന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടാണ്. അതാണ് അതിന്റെ ഒരു ബേസിക് എന്താ പറയേണ്ട ഒരു എന്തോ ചെയ്യാം എന്നുള്ള ഒരു സാധനമല്ലല്ലോ. ഇനി നിങ്ങൾ വീഡിയോകളൊക്കെ കാണുന്നവരാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ അതൊക്കെ ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കമ്പനി അഡ്രസ്സും വാട്സാപ്പും കോൺടാക്ട് നെയിമും ഉണ്ടോ, വീഡിയോയിൽ അഡ്വർടൈസ്മെന്റ് ആണോ എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ടോ, പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റെഫറൽ ലിങ്ക് ഉണ്ടോ, ക്രിയേറ്റർ കൺസൾട്ടേഷൻ ഫീന്ന് വാങ്ങുന്നുണ്ടോ, അത് ആക്ച്വലി ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പം കമ്പനിയുടെ റിവ്യൂവിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവരെ തന്നെ ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇവർക്കുണ്ട്, ഈ ഇടുന്ന ആളുകൾക്ക്. ഈ വീഡിയോ കാണുന്ന ക്രിയേറ്റേഴ്സ് ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കും കൂടി ഉള്ളതാണ്. കൊളാബറേഷൻ ചെയ്യുന്നതൊന്നും കൊളാബ് ചെയ്യുന്നതൊന്നും തെറ്റല്ല. ഞാൻ ഇങ്ങനെയൊന്നും പറയുന്ന ഒരാളല്ല. ഞാൻ കൊളാബ് ചെയ്യാൻ തയ്യാറല്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഉദ്ദേശം ഇതൊന്നുമല്ല. പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്നതും റോങ് ഒന്നുമല്ല. പക്ഷെ ഓഡിയൻസിനോട് അങ്ങനെ ഒരു കള്ളത്തരം പറയുന്നതാണ് ഇതിനകത്ത് തെറ്റ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 4 ലക്ഷം പേര് ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ 4 ലക്ഷം പേര് നിങ്ങളെ ഒരു തരത്തിലെങ്കിൽ മറ്റു തരത്തിൽ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ട്രസ്റ്റിന് ശരിക്കും പറഞ്ഞ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതൊരു ജനറൽ ട്രസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി മാത്രമല്ല, ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു ജനതയാണ്. അതായത് മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഗൾഫിലേക്ക് മൈഗ്രേഷൻ, നമ്മളെ കുടിയേറ്റം സാധനങ്ങളൊക്കെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പിള്ളേർ നല്ലൊരു ഭാവിക്ക് വേണ്ടിയൊക്കെ കൂടിയാണ് ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ വരാനൊക്കെ ഉദ്ദേശിക്കുന്നത്. നമ്മളെ പിള്ളേരും ഞാൻ അടക്കമുള്ള ആളുകൾ. അപ്പൊ അങ്ങനെയുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പരസ്യം കുത്തിക്കയറ്റി നിങ്ങൾ അവതരിപ്പിക്കരുത്. അങ്ങനെയുള്ള പരിപാടി പരസ്യമാണെന്ന് പറഞ്ഞു ചെയ്യുന്നതിന് എന്താണെന്നേ, ഇന്ന ഏജൻസിയുടെ പരസ്യം ഇന്നയാളുടെ പരസ്യമാണ് എന്ന് ധൈര്യപൂർവ്വം ചെയ്യുന്നതിന് എന്താ പ്രശ്നം? ഇവര് പക്ഷെ വളരെ നല്ല വീഡിയോകളൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ ആള്. ഇങ്ങനെ ഇൻഫ്ലുവൻസേഴ്സ് നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡന്റ്ലി വെരിഫൈ ചെയ്യാതെ എല്ലാം എടുത്ത് വിഴുങ്ങരുത്. ഇത് കാണുന്നവരോടാണ്. ഇപ്പൊ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ചെറിയ കുട്ടികൾ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇത് എന്തും അങ്ങോട്ട് വെറും മാർക്കറ്റിംഗ് പരിപാടിയായിട്ട് അങ്ങ് തരം താഴരുത്. ഈ കണ്ടന്റ് ക്രിയേറ്റർ അങ്ങനെ എല്ലാം മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരാളുമല്ല. യഥാർത്ഥത്തിലുള്ള വില്ലന്മാർ വരുന്നേ ഉള്ളൂ. ഈ സീരീസ് തുടർന്ന് കാണുക. നന്ദി, നല്ല നമസ്കാരം.